1960 ഡിസംബർ 23-ന് പുറത്തിറങ്ങിയ നീലി സാലിയുടെ നിർമ്മാതാവും സംവിധായകനും കുഞ്ചാക്കോയാണ്. ഈ ചിത്രത്തിലാണ് ബഹദൂർ ആദ്യമായി നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ശാരംഗപാണിയുടെ രചന. ഗാനങ്ങൾ പി. ഭാസ്കരൻ, സംഗീതം കെ. രാഘവൻ, ഗായകർ എച്ച്. മെഹബൂബ്, എം. രാജാഗ്, ഷിർക്കാഴി ഗോവിന്ദരാജൻ, പി. ബി. ശ്രീനിവാസൻ, എ. പി. കോമള എന്നിവരും. നീയല്ലാതാരുണ്ടെന്നുടെ പ്രണയപ്പുഴയിൽ, നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല എന്നീ പ്രശസ്തമായ ഗാനങ്ങൾ ഈ സിനിമയിലേതാണ്. ഈ പ്രശസ്ത ഗാനങ്ങൾ പാടിയത് മെഹബൂബും എ. പി. കോമളയുമാണ്. ഈ സിനിമയുടെ കഥ. കടപ്പുറം. ഒരു വേലിക്ക് ഇരുപുറവും താമസിക്കുന്ന കുറുക്ക ഇബ്രാഹിമും ഇത്യാദി പ്രമാണിയും സ്നേഹിതരാണ്. ഇബ്രാഹിമിന് 2 ആൺമക്കളുണ്ട്, സാലിയും ഹമീദും. സാലി ജന്മനാ തന്നെ ഒരു ബുദ്ധിഭ്രമം ബാധിച്ചവനെ പോലെയായിരുന്നു. ഹമീദ് കന്നം തിരിഞ്ഞ ഒരു കുസൃതി കുടുക്കയും. ഇബ്രാഹിമിൻ്റെ ഭാര്യയാണ് സുഹറ, അയാളുടെ 4-ാം കെട്ടിലെ ബീബി. ഇത്യാദി പ്രമാണിയുടെ വീട്ടിലാകട്ടെ ഭാര്യ ചീരമ്മയും മകൾ നീലിയും മാത്രമാണ് കുടുംബാംഗങ്ങളായി ഉണ്ടായിരുന്നത്. പ്രമാണിയുടെ അനന്തരവനായ ഡ്രൈവർ നാരായൺ എന്നറിയപ്പെടുന്ന നാരായണൻ നീലിയുടെ മുറച്ചെറുക്കനാണ്. നീലിയും സാലിയും പ്രണയബദ്ധരായി. നീലി സാലിക്ക് പ്രണയലേഖനം എഴുതും. അക്ഷരാഭ്യാസമില്ലാത്ത സാലിക്കത് വായിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടത് വായിച്ച് കേൾപ്പിച്ചിരുന്നത് ഹമീദായിരുന്നു. പ്രണയം മനസ്സിലാക്കി തുടങ്ങിയ ഇബ്രാഹിം ഇത് ശരിയല്ലെന്ന് ഇത്യാദി പ്രമാണിയോട് പറഞ്ഞു. എന്നാൽ പ്രമാണിക്ക് തൻ്റെ മകളിൽ കുറ്റം കാണാൻ കഴിഞ്ഞില്ല. ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു അവർ. എങ്കിലും മനസ്സുകൊണ്ട് അകലാൻ തുടങ്ങി. സാലി നീലിയെ ഒന്ന് കാണാനായി ഒരു ചായക്കടയിൽ നീലിയെ വിളിച്ചു വരുത്തി രഹസ്യമായി സമ്മേളിച്ചു. എന്നാൽ യാദൃച്ഛികമായി നീലിയുടെയും സാലിയുടെയും ആൾക്കാർ അവിടെ എത്തുകയും പ്രശ്നമാകുകയും സംഘട്ടനത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അത് ഒരു സാമുദായിക ലഹളയായി മാറി. നീലിയും സാലിയും അവരവരുടെ വീടുകളിൽ ബന്ധനസ്ഥരായി. തൻ്റെ മകളെ ഇങ്ങനെ നിർത്തുന്നത് ശരിയല്ല എന്ന് കരുതിയ പ്രമാണി നീലിയെ ഡ്രൈവർ നാരായണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. വാക്കുകൊടുത്തു. നീലിയും സാലിയും അർദ്ധരാത്രിയിൽ വീട് വിട്ട് ഒളിച്ചോടി. വിവാഹം കഴിക്കാനെത്തിയ നാരായൺ കണ്ടത് നീലിയുടെ ഒഴിഞ്ഞ കട്ടിൽ മാത്രമായിരുന്നു. പ്രതികാരത്തിനായി നാരായൺ തൻ്റെ കൂട്ടുകാരുമായി നീലിയെയും സാലിയെയും അന്വേഷിച്ച് പുറപ്പെട്ടു. നീലി സാലിമാർ ഒരു ബോട്ടിൽ കയറിപ്പോകുന്നത് കണ്ട നാരായണവും കൂട്ടുകാരും പാഞ്ഞ് അവരുടെ അടുത്തെത്തി. ബോട്ടിലും കായലിലും വെച്ച് അവർ ഏറ്റുമുട്ടി. ഇതിനിടെ നാരായണത്തിൻ്റെ കയ്യിൽ അകപ്പെട്ട നീലിയെ ഒരു ഹോട്ടൽ മുറിയിൽ അടച്ചുപൂട്ടി. എന്നാൽ അത്ഭുതകരമാവണ്ണം സാലി നീലിയെ രക്ഷപ്പെടുത്തി. അന്നൊരു ക്രിസ്മസ് ദിനമായിരുന്നു. അവർ ഒരു 100 രൂപയ്ക്കായി പള്ളിയിലെത്തി ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. ജനങ്ങളുടെ അടുത്തു നിന്നും അവർക്ക് ആ തുക കിട്ടി. അതുമായി കൊല്ലത്ത് പോയ അവർ അവിടെ തെരുവ് നർത്തകരായി ജീവിതം തുടർന്നു. നാരായൺ കൊല്ലത്തും എത്തി. പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചു. വീട്ടിലെത്തിച്ചു. അവർ വീട്ടുകാരുടെ കടുത്ത മർദ്ദനങ്ങൾക്ക് ഇരയായി. കടലിൽ ചാടി മരിക്കുവാൻ അവർ തീരുമാനിച്ചു. കടലിൽ ചാടുവാൻ തയ്യാറെടുത്ത അവരുടെ മനസ്സ് മറ്റൊരു ലോകത്തേക്ക് പോയി. ഒരു സ്വപ്ന ലോകത്തേക്ക്. പശുവിനെ അറക്കുന്ന കത്തിയുമായി വരുന്ന ബീരാവിക്ക. അയാൾ നീലി സാലിമാരുടെ തല കത്തി കൊണ്ട് വെട്ടിയെരിഞ്ഞു. നീലി സാലിമാർ സ്വർഗത്തിലെത്തി. അവിടുത്തെ അത്ഭുതങ്ങൾ. അവർ ആ കാഴ്ചകളിൽ അമർന്നിരിക്കുമ്പോൾ ഈ സമയം കടപ്പുറത്തെത്തിയ ഇബ്രാഹിമും പ്രമാണിയും കൂടി നീലി സാലിയെ പിടിച്ച് വീട്ടിലെത്തിക്കുന്നു. ഇതാണ് നീലി സാലിയുടെ കഥ.